ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നഴ്സസ് ഗൈഡ് മലയാളം എന്ന യൂട്യൂബ് ചാനലിന്റെ ഈ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ OBG നഴ്സിംഗിലെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ അതിന്റെ രണ്ടാം ഭാഗമാണ് ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതിനോട് ചേർന്നുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതാത് സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. ടോപ്പിക്കിലേക്ക് കടക്കാം. OBG നഴ്സിംഗ് പാർട്ട് 2. ഒന്നാമത്തെ ചോദ്യം, ഇൻ വിച്ച് കണ്ടീഷൻ the umbilical cord is attached to the margins of placenta? Option A, Battledore placenta. Option B, circumvallate placenta. Option C, placenta membranaceae. Option D, velamentous placenta. The right answer is option A, Battledore placenta. Umbilical cord പ്ലാസന്റയുടെ നടുഭാഗത്ത് ചേരുന്നതിന് പകരം ഏതെങ്കിലും ഒരു അറ്റത്ത് വന്നു ചേരുന്നതാണ് ബാറ്റിൽഡോർ പ്ലാസന്റ. സർക്കംവാലേറ്റ് പ്ലാസന്റ. സർക്കംവാലേറ്റ് പ്ലാസന്റ എന്നാൽ പ്ലാസന്റ എക്സ്ട്രാ കോറിയാലിസിന്റെ ഒരു ഡിവിഷൻ ആണ് സർക്കംവാലേറ്റ് പ്ലാസന്റ. ഇതിൽ പ്ലാസന്റയുടെ ഫീറ്റൽ സർഫേസ് വിഭജിച്ച് നടുക്കൊരു കുഴിഞ്ഞ ഭാഗവും അതിനു ചുറ്റും കട്ടിയുള്ള വെളുത്ത നിറത്തിലുള്ള റിങ്ങും കാണുന്നു. ആംനിയോണും കോറിയോണും രണ്ടായി മടങ്ങുന്നതാണ് ഈ റിങ്. അടുത്തത് പ്ലാസന്റ മെംബ്രേനേസിയെ. പ്ലാസന്റ കട്ടി കുറഞ്ഞ യൂട്രൈൻ ക്യാവിറ്റിയുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതാണ് പ്ലാസന്റ മെംബ്രേനേസിയെ. വെലുമിൻഡസ് പ്ലാസന്റ. അംബിലിക്കൽ കോഡ് പ്ലാസന്റയിൽ വന്നു ചേരുന്നതിന് പകരം ആംനിയോണിലും കോറിയോണിലും വന്നു ചേരുന്നതാണ് വെലുമിൻഡസ് പ്ലാസന്റ. അടുത്ത ചോദ്യം, Linea nigra is option A, brownish black pigmented area in the midline stretching from the umbilicus to symphysis pubis. Option B, brownish black pigmented area in the midline stretching from the siphisternum to the symphysis pubis. Option C, brownish black pigmented area in the midline stretching from the umbilicus to thighs. Option D, slightly depressed linear marks with varying length found in abdominal walls. The right answer is option B, brownish black pigmented area in the midline stretching from the siphisternum to the symphysis pubis. സിഫിസ്റ്റേണം മുതൽ സിംഫൈസിസ് പ്യൂബിസ് വരെ നീണ്ടു നിൽക്കുന്ന ബ്രൗണിഷ് ബ്ലാക്ക് പിഗ്മെന്റേഷനെയാണ് ലീനിയ നൈഗ്ര എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, endometrium of the pregnant uterus is known as option A, decidua. Option B, trophoblast. Option C, amnion. Option D, chorion. The right answer is option A, decidua. Pregnant uterusന്റെ endometriumത്തെ decidua എന്ന് പറയുന്നു. ഇത് ഡെലിവറി കഴിയുമ്പോൾ ബ്ലീഡിങ്ങിനോടൊപ്പം കൊഴിഞ്ഞു പോകുന്നു. അടുത്ത ചോദ്യം, labor is divided into how many stages? Option A, 2. Option B, 3. Option C, 4. Option D, 5. The right answer is option C, 4. ലേബറിന് 4 സ്റ്റേജസ് ആണ് ഉള്ളത്. ആദ്യത്തെ സ്റ്റേജ് തുടങ്ങുന്നത് ട്രൂ ലേബർ പെയിനോട് കൂടിയാണ്. ഇത് അവസാനിക്കുന്നത് സെർവിക്സിന്റെ പൂർണ്ണമായ ഡയലറ്റേഷനോടെയാണ്. രണ്ടാമത്തെ സ്റ്റേജ് സെർവിക്സിന്റെ പൂർണ്ണമായ ഡയലറ്റേഷൻ മുതൽ ഫീറ്റസിന്റെ ഡെലിവറി വരെയാണ്. മൂന്നാമത്തെ സ്റ്റേജ് ഫീറ്റസിന്റെ ഡെലിവറി കഴിയുന്നത് മുതൽ പ്ലാസന്റയും മെംബ്രെയിൻസും പുറത്തു വരുന്നത് വരെയാണ്. നാലാമത്തെ സ്റ്റേജ് എന്നത് ഒബ്സർവേഷൻ ആണ്. അടുത്ത ചോദ്യം, which chemical present in the acromial tip of sperm facilitate the penetration of zona pellucida of ovum? Option A, hydrochloric acid. Option B, hyaluronidase. Option C, formalin. Option D, acetylcholine. The right answer is option B, hyaluronidase. സ്പേമിന്റെ അക്രോമിയോൺ ടിപ്പിലുള്ള ഒരു കെമിക്കലാണ്
ഹൈലറോണിഡേസ് എന്ന് പറയുന്നത്. ഇത് സ്പെർമിനെ ഓവത്തിന്റെ സോണ പെല്യൂസിഡയിലൂടെ അകത്തേക്ക് കടക്കുവാൻ സഹായിക്കുന്നു. അടുത്ത ചോദ്യം, ഫെർട്ടിലൈസേഷൻ ഒക്കർ അറ്റ് ഓപ്ഷൻ എ ഓവറി, ഓപ്ഷൻ ബി ഫലോപ്പിയൻ ട്യൂബ്, ഓപ്ഷൻ സി യൂട്രസ്, ഓപ്ഷൻ ഡി സർവിക്സ്. The right answer is option B, fallopian tube. ഫലോപ്പിയൻ ട്യൂബിന്റെ ആംപുല എന്ന് പറയുന്ന ഭാഗത്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അടുത്ത ചോദ്യം, what is the normal color of amniotic fluid when the bag of water ruptures? Option A clear, option B greenish, option C brownish, option D golden. The right answer is option A clear. നോർമലി ആംനിയോട്ടിക് ഫ്ലൂയിഡ് വെള്ളം പോലെയാണ്, പ്രത്യേകിച്ച് നിറമൊന്നുമില്ല. അതുപോലെ തന്നെ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ആൽക്കലൈൻ നേച്ചർ ആണ്. പോസ്റ്റ് മെച്യൂരിറ്റിയിൽ ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നു. ആംനിയോട്ടിക് ഫ്ലൂയിഡ് RH ഇൻകമ്പാറ്റിബിലിറ്റിയിൽ ഗോൾഡൻ കളറും ഇൻട്രായൂട്രൈൻ ഡെത്തിൽ ഡാർക്ക് ബ്രൗൺ കളറും ആകുന്നു. ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ മെക്കോണിയം കലർന്നാൽ ആംനിയോട്ടിക് ഫ്ലൂയിഡിന് ഗ്രീൻ കളറായി മാറുന്നു. അടുത്ത ചോദ്യം, in the second stage of labor, which of the following injections is given to improve uterine contraction? Option A prostaglandin, option B oxytocin, option C Phenergan, option D diazepam. The right answer is option B oxytocin. ഓക്സിറ്റോസിൻ എന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ലോബ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. ഇത് യൂട്രൈൻ കൺട്രാക്ഷന് വളരെ അത്യാവശ്യമാണ്. അതുപോലെ മിൽക്ക് ഇജക്ഷനും ഓക്സിറ്റോസിൻ സഹായിക്കുന്നു. ആയതിനാൽ ഓക്സിറ്റോസിൻ റിഫ്ലക്സിനെ മിൽക്ക് എജക്ഷൻ റിഫ്ലക്സ് എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, പർപ്പിൾ ബ്ലൂ ടിഞ്ച് ഓഫ് ദ cervix ഈസ് known as option A Hegar's sign, option B Goodell's sign, option C Chadwick's sign, option D McDonald's sign. The right answer is option C Chadwick's sign. പ്രഗ്നൻസിയുടെ ഒരു ലക്ഷണമാണ് ചാഡ്വിക് സൈൻ. സെർവൈക്കൽ മ്യൂക്കോസയും വജൈനൽ മ്യൂക്കോസയും അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂടുന്നത് മൂലം ഡാർക്ക് ബ്ലൂയിഷ് അല്ലെങ്കിൽ പർപ്പിളിഷ് റെഡ് കളർ ആകുന്നതാണ് ചാഡ്വിക് സൈൻ. ഇത് പ്രഗ്നൻസി തുടങ്ങി 8 ആഴ്ച ആകുമ്പോൾ കാണാൻ തുടങ്ങുന്നു. ഗൂഡിൽ സൈൻ എന്നാൽ സോഫ്റ്റനിങ് ഓഫ് സെർവിക്സ്. ഹെഗാർ സൈൻ എന്നാൽ സോഫ്റ്റനിങ് ഓഫ് ലോവർ യൂട്രൈൻ സെഗ്മെന്റ്. അടുത്ത ചോദ്യം, several minutes after a vaginal delivery, nursing assessment reveals gush of blood from the client's vagina, umbilical cord lengthening and a globular shaped uterus. Nurse should suspect which condition? Option A cervical or vaginal laceration, option B placental separation, option C postpartum hemorrhage, option D uterine involution. The right answer is option B placental separation. പ്രധാനമായും പ്ലാസെന്റൽ സെപ്പറേഷന് 4 ലക്ഷണങ്ങളാണ് ഉള്ളത്. അംബിലിക്കൽ കോഡ് വജൈനയിലൂടെ നീണ്ടുവരികയും യൂട്രസിന് ഗ്ലോബുലാർ ഷേപ്പ് ആവുകയും യൂട്രസ് ദൃഢമാവുകയും ചെയ്യുന്നു. പ്ലാസെന്റ ലോവർ സെഗ്മെന്റിലൂടെ വജൈനയിലേക്ക് വരുമ്പോൾ യൂട്രസ് മുകളിലേക്ക് ഉയരുകയും ശക്തമായ ബ്ലീഡിംഗ് ഉണ്ടാവുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം, premature separation of a normally implanted placenta during the second half of pregnancy, usually with severe hemorrhage, is known as option A abruptio placenta, option B ectopic pregnancy, option C incompetent cervix, option D cervical incompetence. The right answer is option A abruptio placenta. Placenta യൂട്രസിൽ നിന്നും സമയമാകുന്നതിന് മുമ്പ് തന്നെ വേർപെട്ടു പോകുന്നതാണ് അബ്രപ്ഷ്യോ പ്ലാസെന്റ. ഇതിനെ പ്ലാസെന്റൽ അബ്രപ്ഷൻ എന്നും പറയുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ ബ്ലീഡിംഗ്, യൂട്രൈൻ കൺട്രാക്ഷൻ, ഫീറ്റൽ ഡിസ്ട്രസ് എന്നിവ ഉണ്ടാകുന്നു. അടുത്ത ചോദ്യം, the connection between umbilical vein and inferior vena cava in the fetal life is known as option A umbilical artery, option B ductus venosus,
Option C, ductus arteriosus. Option D, pulmonary artery. The right answer is option B, ductus venosus. Ductus venosus എന്നാൽ fetal ലൈഫിൽ umbilical vein-ഉം inferior vena cavaയും തമ്മിലുള്ള കണക്ഷൻ ആണ്. അതേസമയം ductus arteriosus എന്നാൽ അയോർട്ടയും പൾമനറി ആർട്ടറിയും തമ്മിലുള്ള കണക്ഷൻ. അടുത്ത ചോദ്യം, what is the fertilization lifespan for oocyte? Option A, less than 12 hours. Option B, 12 to 24 hours. Option C, 24 to 48 hours. Option D, 48 to 72 hours. The right answer is option B, 12 to 24 hours. oocyte-ന്റെ ഫെർട്ടിലൈസേഷൻ ലൈഫ് സ്പാൻ 12 മുതൽ 24 മണിക്കൂർ വരെയാണ്. അതേസമയം സ്പേമിൻ്റെത് 48 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെയാണ്. അടുത്ത ചോദ്യം, what is the proportionate weight of the placenta to the baby at term? Option A, 1:2. Option B, 1:4. Option C, 1:6. Option D, 1:8. Right answer is option C, 1:6. ഉദാഹരണത്തിന് പ്ലാസന്റ 500 ഗ്രാം ആണെങ്കിൽ ഫീറ്റസ് 3 കിലോഗ്രാം ആയിരിക്കും. അടുത്ത ചോദ്യം, only immunoglobulin which can cross placenta is dash. Option A, IgA. Option B, IgM. Option C, IgG. Option D, IgE. Right answer is option C, IgG. പ്രഗ്നൻസിയുടെ 12ാമത്തെ ആഴ്ച മുതൽ തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി അഥവാ IgG പ്ലാസന്റ ക്രോസ് ചെയ്യുവാൻ തുടങ്ങുന്നു. അടുത്ത ചോദ്യം, amniotic fluid index is measured by option A, abdominal girth. Option B, ultrasonography. Option C, Lippert's maneuver. Option D, ballotment. Right answer is option B, ultrasonography. അബ്ഡോമനെ 4ആയി വിഭജിച്ച് അൾട്രാസോണോഗ്രഫിയുടെ സഹായത്തോടെയാണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് അളക്കുന്നത്. ഇങ്ങനെ അബ്ഡോമനെ 4ആയി വിഭജിക്കുവാൻ ലീനിയ നൈഗ്രയും അംബിലിക്കസുമാണ് വെർട്ടിക്കൽ പോയിന്റും ഹൊറിസോണ്ടൽ പോയിന്റുമായി കണക്കാക്കുന്നത്. നോർമൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് 8 മുതൽ 18 സെന്റിമീറ്റർ വരെയാണ്. ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് 5 സെന്റിമീറ്ററിൽ കുറയുന്നതിനെ ഒലിഗോഹൈഡ്രാമ്നിയോസിസ് എന്നും 20-24 സെന്റിമീറ്ററിൽ കൂടുന്നതിനെ പോളിഹൈഡ്രാമ്നിയോസിസ് എന്നും പറയുന്നു. അടുത്ത ചോദ്യം, maternal alpha fetoprotein level is 30 nanogram per ml. Which among the following condition may present in fetus? Option A, meningocele. Option B, meningomyelocele. Option C, both A and B. Option D, Down syndrome. Right answer is option D, Down syndrome. Normal alpha fetoprotein level 38 മുതൽ 45 നാനോഗ്രാം പെർ ml ആണ്. ആൽഫ ഫീറ്റോപ്രോട്ടീൻ 38ൽ കുറവാണെങ്കിൽ ഡൗൺ സിൻഡ്രോം, ക്ലിൻഫെൽട്ടർ സിൻഡ്രോം എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം ആൽഫ ഫീറ്റോപ്രോട്ടീൻ കൂടുതലാണെങ്കിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുന്നു. അടുത്ത ചോദ്യം, umbilical cord contains option A, 2 artery and 2 vein. Option B, 2 artery and 1 vein. Option C, 2 vein and 1 artery. Option D, 1 artery and 1 vein. Right answer is option B, 2 artery and 1 vein. umbilical cord സാധാരണയായി 2 ആർട്ടറിയും 1 വെയിനുമാണ് ഉള്ളത്. അടുത്ത ചോദ്യം, fall in hematocrit value observed during pregnancy because option A, hemodilution. Option B, hemoconcentration. Option C, blood loss. Option D, due to progesterone hormone. Right answer is option A, hemodilution.
പ്രഗ്നൻസിയുടെ സമയത്ത് പ്ലാസ്മ വോളിയം കൂടുന്നു, പക്ഷേ RBCയുടെ അളവ് അതുപോലെ കൂടുന്നില്ല. ഇത് ഹീമോഡൈല്യൂഷന് കാരണമാകുന്നു. അങ്ങനെ ഹെമറ്റോക്രിറ്റ് കുറയുവാൻ കാരണമാകുന്നു. അടുത്ത ചോദ്യം, ആഫ്റ്റർ ഓവുലേഷൻ ഗ്രാഫിയൻ ഫോളിക്കിൾ ബിക്കംസ് ഓപ്ഷൻ എ കോർപ്പസ് ലൂട്ടിയം, ഓപ്ഷൻ ബി പ്ലാസന്റ, ഓപ്ഷൻ സി അംബിലിക്കൽ കോഡ്, ഓപ്ഷൻ ഡി ആംനിയോൺ ആൻഡ് കോറിയോൺ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ കോർപ്പസ് ലൂട്ടിയം. ഓവുലേഷൻ കഴിയുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയമായി മാറുന്നു. ഇത് പ്രൊജസ്ട്രോൺ, 17 ആൽഫ പ്രൊജസ്ട്രോൺ, എസ്ട്രാഡയോൾ എന്നിവ സെക്രീറ്റ് ചെയ്യുന്നു. 6 മുതൽ 8 ആഴ്ച വരെ ആകുമ്പോൾ കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫങ്ഷൻസ് പ്ലാസന്റ ഏറ്റെടുക്കുന്നു. Thank you for watching this video.